നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഒരു മാർക്കറ്റിംഗ് ടിപ്സിന്റെ വീഡിയോയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് മാറ്റി പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എങ്ങനെ കടം കൊടുക്കാതിരിക്കാം. അതാണ് ഇതിന്റെ ഇന്നത്തെ വിഷയം. അപ്പോൾ കടം കൊടുക്കാതെ ഇരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറെ മാർഗങ്ങൾ ഒന്ന് ചെറുതായിട്ട് തിരുത്തി പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടി അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, അവരുമായിട്ടൊരു അടുപ്പം സ്ഥാപിക്കുക, അവരെ ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്: കസ്റ്റമർ നമ്മളോട് കൂടുതൽ അടുക്കും തോറും അവർ കടം ചോദിക്കാൻ തുടങ്ങും. അതൊരു ഫാക്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കടം ചോദിക്കൽ എങ്ങനെ വളരെ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നമുക്ക് അവരെ തടയാനാകും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഒന്ന് പ്രോഫിറ്റബിൾ ബിസിനസ്, പ്രോഫിറ്റബിൾ എന്നല്ല എക്സ്ട്രാ പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത്, നമുക്ക് കൂടുതൽ കസ്റ്റമർ ഉണ്ടായിരിക്കും, കൂടുതൽ മാർജിൻ ഉണ്ടായിരിക്കും, നല്ല പോലെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കെട്ടിക്കിടക്കും. ഒന്ന് എക്സ്പയറിയോട് അടുക്കുന്ന കുറെ സാധനങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ചില സാധനങ്ങൾ. അപ്പം അതൊക്കെ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പെർസെന്റേജ് അനുസരിച്ച് ഡിസ്കൗണ്ട് കൊടുത്ത് ഓഫർ കൊടുത്ത് വിൽക്കാൻ ശ്രമിക്കും. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കടമായിട്ടാണെങ്കിലും നമ്മളൊന്ന് വിൽക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ഒരു പെർസെന്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു വർഷത്തെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 തൊട്ട് 6, 8% വരെ നമുക്ക് ആ ഒരു രീതിയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് പോയ പേരിലുള്ള ക്രെഡിറ്റിന് ഉള്ള നഷ്ടം അല്ലെങ്കിൽ കിട്ടാക്കടം, അങ്ങനെയുള്ള കുറെ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. നമുക്കൊരു കാര്യം തീരുമാനിച്ചുകൂടെ, ഇങ്ങനെ ഒരു നഷ്ടം വരാതിരിക്കാനായിട്ട് പകരം നമ്മൾ ഈ ഒരു 3 തൊട്ട് 6 ഇല്ലെങ്കിൽ 8% വരെ നമ്മളുടെ എക്സ്ട്രാ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചുകൊണ്ട്, വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം, കുറച്ചുകൊണ്ട് നമ്മൾ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് വെച്ച് ഇല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓഫർ വെച്ച് നമുക്കത് കൊടുത്തുകൂടെ? ഞാൻ ആദ്യം പറഞ്ഞ ഓഫറിന്റെ കാര്യമല്ല, എക്സ്ട്രാ ഓഫർ വെച്ച് അതങ്ങ് തീർത്തുകൂടെ? കാരണം ക്യാഷ് വരണം, ക്രെഡിറ്റ് പോകാതിരിക്കണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കൂട്ടര്, ലെസ് മാർജിൻ ഫാസ്റ്റ് ബിസിനസ്. അവർക്ക് മോർ വർക്ക് ആയിരിക്കും, മോർ കസ്റ്റമേഴ്സ് ആയിരിക്കും, മോർ സെയിൽസ് ആയിരിക്കും. അത് കൂടാതെ തന്നെ അവർക്ക് കിട്ടുന്ന ഫ്രീ അഡ്വർടൈസ്മെന്റ്സ് കിട്ടും, പുതിയ കസ്റ്റമേഴ്സ് അട്രാക്ട് ആയിട്ട് വരും. ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട്, കസ്റ്റമറിന് തന്നെ അറിയാം ഒരു പ്രോഡക്റ്റിന് എന്ത് വില വരും എന്നറിയാം. അതനുസരിച്ച് നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് മാന്യമായ രീതിയിൽ കുറച്ചുകൊണ്ട്, ലെസ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട്, മാക്സിമം വോളിയം വിറ്റുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് സെയിൽസ് നടത്തുക. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ കടം പോകുന്നില്ല, ആ കടത്തിൽ നിന്നുണ്ടാകുന്ന പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. എപ്പോഴും കടം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നിട്ട പൈസയാണെങ്കിലും, ഈ അഥവാ ബാങ്ക് ലോൺ ആണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. കാരണം ആ പൈസയ്ക്ക് ബാങ്ക് ഓരോ ദിവസവും ഇൻട്രസ്റ്റ് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസം 6 മാസം ഒക്കെ കടം മേടിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ ആ കടം മേടിച്ചതൊക്കെയോ പോയി, അതിന്റെ കൂടെ നമ്മളിവിടെ പലിശയും കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു നമ്മൾ പ്രോഫിറ്റ് മാർജിൻ കുറച്ചുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പേടി വേണ്ട. പകരം നമുക്ക് വളരെ സ്റ്റേൺ ആയിട്ട് കടം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് മാർജിൻ വളരെ കുറവാണ്, അതിന്റെ കൂട്ടത്തിൽ കടം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓടത്തില്ല. അതുകൊണ്ട് കടം ദയവായി ചോദിക്കരുത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ കടം കൊടുക്കാൻ നമ്മൾ സമ്മതിക്കുന്നതിനുള്ള ചില പ്രധാന കാരണങ്ങളൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് കസ്റ്റമർ വിട്ടുപോകും എന്നുള്ള പേടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കടം ചോദിച്ചാൽ സമ്മതിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ, ഒന്നുകിൽ ഒരു പൊളിറ്റീഷ്യൻ ഇല്ലെങ്കിൽ ഒരു ഓഫീസർ ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള, ഇല്ലെങ്കിൽ സമൂഹത്തിൽ അല്പം നിലയും വിലയും ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുന്ന ആളാണെങ്കിൽ നമ്മൾ കടം കൊടുത്തു പോകും. അവരോട് നോ പറയാൻ നമുക്ക് ധൈര്യം വരില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല പ്രോഫിറ്റ് ഉണ്ട്, കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കടം കൊടുക്കാറുണ്ട്.
പിന്നെ വരുന്ന നമുക്ക് ഓൾറെഡി നമ്മളെ ക്യാഷ് കസ്റ്റമേഴ്സ് കാണും, ഇല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ കാണും. അവരുടെ പേരും പറഞ്ഞു വരുന്ന ചില ആളുകൾ ആദ്യത്തെ പർച്ചേസിംഗ് ഒക്കെ നല്ലപോലെ നടത്തിയതിനു ശേഷം കടം പറയാൻ തുടങ്ങും. അതും ഒരു പരിധിവരെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തപ്പെടും. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കടയിൽ വരുന്ന കസ്റ്റമർ ഈ കട വിട്ടിട്ട്, ഇല്ലെങ്കിൽ ഈ ഷോപ്പ് വിട്ടിട്ട്, ഇല്ലെങ്കിൽ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് വിട്ടിട്ട് വേറെ എങ്ങോട്ടും പോകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും നമ്മൾക്ക് കടം കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അടുത്ത പോയിന്റ്, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു പ്ലാനിങ്ങും ഇല്ല, പ്ലാനിങ്ങേ ഇല്ലാതെ ഒരു തരത്തിലങ്ങ് ഓടുന്ന ബിസിനസ്, അങ്ങനെ ചെയ്യുന്നവർക്കും ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അടുത്തൊരു പോയിന്റ്, പ്രശംസകളിൽ വീഴാതിരിക്കുക. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇനി കടം എങ്ങനെ തടയാം എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഓക്കെ ആയിക്കോട്ടെ, ഇന്ന് തൊട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ഓരോ കസ്റ്റമറിനെ കുറിച്ച് നമ്മൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. കസ്റ്റമർ ഡാറ്റാബേസ് നമ്മളുടെ ഉണ്ട്, അവരുടെ സ്വഭാവം നമ്മളുടെ അക്കൗണ്ട്സ് പറയും. ആ സ്വഭാവം വെച്ച് നമ്മളൊരു ഡാറ്റാബേസ് തയ്യാറാക്കുക. അതിൽ ക്രെഡിറ്റേഴ്സ്, അതായത് കടം മേടിക്കുന്നവരെ പ്രത്യേകം എടുത്ത് കാണിക്കുക, അവരുടെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കി വെക്കുക. അവരുടെ ആ കടത്തിന്റെ ഒരു രീതി, എത്ര ടൈം കൊണ്ടാണ് അവർ തിരിച്ചു തരുന്നത്, എത്ര തവണ കൊണ്ടാണ് തിരിച്ചു തരുന്നത്, തന്നോ തന്നില്ലയോ, ആ രീതിയൊക്കെ നമ്മളൊന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം യെസ് ഓർ നോ നമുക്ക് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകും. അതിൽ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സമയത്ത് തിരിച്ചു തരുന്നവർ. ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് സമയത്ത് തിരിച്ചു തന്നിട്ടുള്ളവർ, അവർക്ക് നമുക്ക് കടം കൊടുക്കുന്നതിൽ അത്ര വലിയ പേടി വേണ്ട. രണ്ടാമത്തെ കാറ്റഗറി, വാക്ക് പാലിക്കുന്നവർ. നാളെ എന്ന് പറഞ്ഞാൽ നാളെ, മറ്റന്നാൾ ആകാത്തവരുണ്ട്, അവർക്ക് കടം കൊടുക്കുന്നതിൽ വലിയ പേടി വേണ്ട. മൂന്നാമത്തെ കാറ്റഗറി, ഒരിക്കലും നമ്മളുടെ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് കടം പറഞ്ഞിട്ടില്ല, അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും ഒരു കടം പറയേണ്ട അവസ്ഥ വന്നു. പക്ഷെ എങ്കിൽ പോലും അവർക്കത് പറയാൻ പോലുമുള്ള ആ ഒരു ധൈര്യം സംഭരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, അവരോട് നമ്മൾ പറ്റില്ല എന്ന് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങിയ സാധനം പോലും വെച്ചിട്ട് തിരിച്ചു പോകുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു കോൾ മതി പണം നമ്മളുടെ അക്കൗണ്ടിൽ എത്താനായിട്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ചോദിക്കാതെ ഒന്നും തരത്തില്ല. അപ്പൊ ചോദിക്കണം, അതുവരെ അവരിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. ആ ചോദിച്ചാൽ ഉടനെ ട്രാൻസ്ഫർ ചെയ്ത് തരും. അങ്ങനെയുള്ള ആളുകൾ. ഈ കാറ്റഗറിയൊക്കെ ഞാൻ ജസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇതെല്ലാം ഒന്ന് പുനഃപരിശോധിക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ തരംതിരിവായിരിക്കും വേണ്ടത്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമുക്ക് അല്പമെങ്കിലും വിശ്വസിച്ച് കടം കൊടുക്കാം. കടം കൊടുക്കാതെ ബിസിനസ് ഓടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഫിക്സ് ചെയ്യാൻ പറ്റും. ആർക്ക്, എത്ര, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് യെസ് പറയാനും നോ പറയാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. ഇനി കടം തരില്ല എന്ന് പറയുന്നത് എങ്ങനെ? സാധാരണഗതിയിൽ നമ്മൾ കടകളിലോ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ കടം പറയരുത് എന്ന് എഴുതി വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കടം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം ഈ മുതലാളിക്ക് ഒഴിവാക്കാൻ മേലാത്ത പലരും അവിടുന്ന് കടമായിരിക്കും സാധനം മേടിക്കുന്നത്. മറ്റുള്ളവർ സാധാരണ പാവപ്പെട്ടവർ ചെല്ലുമ്പോഴത്തേക്കും കടം പറയരുത്, വലിയ ബോർഡും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സിന് കടം ചോദിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എങ്ങനെ അവർ ചോദിക്കുന്ന കടത്തെ നമ്മൾ ഒഴിവാക്കി വിടാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആരെങ്കിലും നമ്മളെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ട് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശംസയിൽ ഒരിക്കലും വീഴാതിരിക്കുക. കാരണം എന്നിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക, ഇവൻ എന്നോട് അടുത്ത നിമിഷം കടം ചോദിക്കും, അപ്പോൾ എനിക്ക് കടം തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം മനസ്സ് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ ഓൾറെഡി പഠിപ്പിച്ച് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മളുടെ വായിൽ നിന്നും വരത്തുള്ളൂ. അതത്ര രൂക്ഷമായ ഭാഷയിലായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മുമ്പിലുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ അതേ പ്രശംസ അതേ അളവിൽ, ഇല്ലെങ്കിൽ സ്വല്പം കൂടെ ഡോസ് കൂട്ടി അങ്ങോട്ട് തിരിച്ചടിച്ചിട്ട് ഒരു തമാശ രൂപേണ അതിന്റെ മുനയൊടിക്കാവുന്നതുമാണ്. പിന്നെ അടുത്ത ഒരു കേസ് നമുക്ക് പറയാൻ പറ്റുന്നത്, അയ്യോ നിങ്ങൾക്ക് കടം തന്നുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ എനിക്കറിയാവുന്നതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഷോർട്ടേജ് ആണ്. അത് കൂടാതെ റോളിംഗ് നടക്കുന്നില്ല. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ബിസിനസിന്റെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഈ സമയത്ത് തൽക്കാലം ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സിറ്റുവേഷൻ വരുന്നല്ലോ. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പറയാം, ആ വ്യക്തിക്ക് പിന്നെ ഒന്നും പറയാനില്ല. മൂന്നാമത് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്, അത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം
നമുക്ക് അച്ഛനോട് ചോദിക്കണം, ജ്യേഷ്ഠനോട് ചോദിക്കണം, ഇല്ല പാർട്ട്ണറോട് ചോദിക്കണം. ആ രീതിയിലുള്ള ഒരു ഇത് ചെയ്യണം. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കടമൊക്കെ ഒത്തിരി ആയി, ഇനിയിപ്പോ കൊടുക്കണമെങ്കിലുണ്ടോ, എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കടം കൊടുക്കാനാണെന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത്. അതൊക്കെ സമയാസമയങ്ങളിൽ പിന്നെ ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ ഉടനെ വിളിച്ചു കടം കൊടുത്തോട്ടെ എന്ന് ചോദിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു, എന്നാൽ ആ മുമ്പിൽ നിൽക്കുന്ന ആളിന് അത്ര അത് കൊണ്ടിട്ടുമില്ല. നമ്മളുടെ ഒരു അവസ്ഥ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത കേസ്, മാർക്കറ്റ് വളരെ ഡൗൺ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാർക്കറ്റ് വളരെ ഡൗൺ ആണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം മണി ഫ്ലോ ഇല്ല, കൂടാതെ പുതിയ മെറ്റീരിയൽസ് വരുന്നില്ല. വരുന്നത് തന്നെ ഫുൾ ക്യാഷ് കൊടുക്കാൻ നമുക്ക് ഈ സാധനം ഒന്നും കിട്ടത്തില്ല. നിങ്ങളൊക്കെ ഒന്ന് എന്താ പറയുന്നത്, ഞങ്ങളുടെ കാര്യവും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ ഫുൾ ക്യാഷ് കൊടുത്തെങ്കിൽ ഈ സാധനമൊക്കെ നമ്മളെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കുക. ഇപ്പം ഇത് ഒന്ന് മാറുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. ആദ്യം നിങ്ങളെ തന്നെ അറിയിക്കാം. എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തരാതിരിക്കുമോ, അറിയാമല്ലോ. അടുത്ത കേസ്, എന്റെ ദൈവം, മൊത്തം കണക്കും കുഴഞ്ഞു കിടക്കുകയാണ്. അക്കൗണ്ടന്റ് ആണെ പറയുന്നു, CA വിളിച്ചിട്ട് ഏതാണ്ടൊക്കെ പറയുന്നു, മൊത്തം കുഴഞ്ഞ്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, മൊത്തം കുഴഞ്ഞു കിടക്കുക. ഇപ്പൊ ഈ അവസരത്തിൽ പിന്നെ ഇനി ഞാൻ അവരോട് കടം കൂടെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഷനാകും. ഇതൊക്കെ ഒന്ന് നേരെ ആകട്ടെ. നേരെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി എനിക്കറിയാം നിങ്ങളുടെ പേരോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ, ഒന്ന് നേരെ ആയി കഴിയുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാന്നേ, പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടെ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കടകളിലും കൊടുക്കുന്നതിനൊക്കെ റേറ്റ് കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അധികം പ്രോഫിറ്റ് ഇട്ട് ഞാൻ ഇവിടെ വിൽക്കാറേ ഇല്ല. അപ്പം ആ ഒരു പ്രോഫിറ്റ് ഇടാതെ, ഇല്ലെങ്കിൽ വളരെ കുറച്ച് പ്രോഫിറ്റ് ഇട്ട് വിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ബാങ്ക് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇത് റോ മെറ്റീരിയൽ ഒക്കെ കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് കൂട്ടിയിട്ടുകൊണ്ട് വെക്കണം. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്, വളരെ കുറച്ച്. കാരണം കസ്റ്റമറിന് എന്തെങ്കിലും കൂടെ കിട്ടിക്കോട്ടെ എന്നാണ് നമ്മളുടെ ചിന്ത. അതുകൊണ്ടാണ് ഈ രീതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സഹകരിക്കണം. അല്ലാതെ ഉണ്ടല്ലോ നമ്മൾ കടമൊക്കെ ചോദിച്ചു കടം തരാം, പക്ഷെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ഓൾറെഡി പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 90% ആൾക്കാരും അത്ര സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ അവരോട് ദേഷ്യം പിടിപ്പിച്ചെന്നോ, ഇല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയെന്നോ, ഇല്ലെങ്കിൽ അവർക്ക് കടം കൊടുക്കാത്തതാണെന്നോ ഒക്കെ വിചാരിക്കാത്ത രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. ചിലപ്പോൾ ഞാൻ അവതരിപ്പിച്ച രീതി അത്ര ഇതായിരിക്കത്തില്ല. നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, കസ്റ്റമർ വിട്ടുപോകരുത്, നാളെ നമ്മളിലൂടെ കാണണം, എന്നാൽ അവർ ക്യാഷ് കസ്റ്റമേഴ്സ് ആയി മാറണം ആ രീതിയിൽ. പിന്നെ അവർക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്ന അത്രയും ഡിസ്കൗണ്ട് കൊടുത്ത് ക്യാഷ് മേടിക്കുക. കാരണം നമ്മളിപ്പോൾ 20% നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 20% കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ് ആ പൈസ കിട്ടുമ്പോഴത്തേക്കും നമ്മളുടെ 30% ഇൻട്രസ്റ്റ് പോയിരിക്കും. അതിന് പകരം 10% ഡിസ്കൗണ്ട് ചെയ്ത് 10% കുറച്ചിട്ട് അതങ്ങ് കൊടുത്തേക്ക് ക്യാഷ് മേടിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ബിസിനസ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പോയിന്റുകൾ, മനസ്സിൽ തോന്നിയ പോയിന്റുകൾ, വായിച്ച് അറിഞ്ഞ പോയിന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ് ക്ലാസ്സുകളിൽ കേട്ട പോയിന്റുകൾ ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.